കൂടുതലും ക്രെഡിറ്റിനായിരിക്കും നമ്മൾ ബിസിനസ്സിൽ സാധനങ്ങളൊക്കെ വിൽക്കണത്. പിന്നീട് കസ്റ്റമേഴ്സ് നമുക്ക് പൈസ തരാതിരുന്നു കഴിഞ്ഞാല് അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പലപ്പോഴും ബിസിനസ്സിലുള്ളൊരു റിസ്ക് ആണത്. അപ്പോൾ നമ്മളിപ്പോൾ ക്രെഡിറ്റിനൊക്കെ വിൽക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആരെങ്കിലുമൊക്കെ കടയൊക്കെ നിർത്തി പൂട്ടിപ്പോയി എന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു 1-2 ലക്ഷം രൂപയ്ക്ക് ചിലപ്പോൾ കിട്ടാനും മീൻസ് അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. ബാഡ് ഡെപ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്കതൊരു എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിക്കാം. നമുക്ക് ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ കാണിക്കാം. പക്ഷേ വേറൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു കേസൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കും. അവസാനം നമുക്ക് ആ പൈസ കിട്ടിയെന്ന് വിചാരിക്കും. ആ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് ഇൻകായിട്ട് കാണിക്കേണ്ടി വരും. ഇവൻ ദോ നമ്മൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യേണ്ടാവില്ല. നമ്മുടെ ഇന്ത്യയിലെ കേസുകളൊക്കെ ആണല്ലോ. ചിലപ്പോൾ നമ്മൾ ഇന്ന് കേസ് കൊടുത്താൽ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ വിധിയൊക്കെ വന്നിട്ട് പൈസ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ ബിസിനസ് നിർത്തിയിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും അത് വരുമാനമായിട്ട് കാണിക്കേണ്ടതായിട്ട് വരും.